ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ചീര വിത്ത് പരിപ്പ്. സാധാരണ പരിപ്പ് കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ചീര അരിഞ്ഞു വച്ചേക്കുന്നത്, പരിപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, സവാള, പിന്നെ ഉപ്പ്. ഇത്രയാണ് വേണ്ടത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് കുക്കറിലേക്ക് ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിടുക. ശേഷം അതിലേക്ക് ഉപ്പ് പാകത്തിന് ചേർക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുക. 2 വിസിൽ അത് മതിയാവും സാധാരണയായി പരിപ്പ് വേവാൻ വേണ്ടിയിട്ട്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചീര വഴറ്റിയെടുക്കാം. ആദ്യം ചെയ്യേണ്ടത് എണ്ണ ഒഴിച്ച് എണ്ണയിലോട്ട് കടുകും ജീരകവും കൂടെ പൊട്ടിച്ചെടുക്കുക. ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ചുവന്ന മുളക് അതും കൂടെ കീറിയിട്ട് വഴറ്റിയെടുക്കുക. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതും ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ചീര എടുത്തിടുക. ചീരയുടെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് ആ ഒരു ചീരയുടെ ഒരു ഇലയിൽ വെള്ളം ഉണ്ടാവും. ആ ഒരു വെള്ളത്തിൽ തന്നെ വെന്ത് വരണം. ഈ ഒരു പാകമായിരിക്കും നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും. ഇപ്പോൾ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചീരയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുക. നന്നായിട്ട് പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചീരയും പരിപ്പും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5-10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും. അങ്ങനെ 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തിളച്ച് കഴിഞ്ഞിരിക്കുന്നു. ചീരയും വിത്ത് പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ചോറെടുക്കുക, കറി ഒഴിക്കുക, കഴിക്കുക. ഹാവ് എ ഗുഡ് മീൽ.